ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിയാകുമ്പോൾ എണിച്ചിട്ടുണ്ട്. 5 മണിയാകുമ്പോൾ എണിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കട്ടെ. നമ്മൾ രാവിലെ എണിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് കിട്ടാം അതന്നെ. പക്ഷെ താഴ്ത്തി ഇന്ന് പ്രാർത്ഥിക്കണം എന്നെങ്കിൽ എനിക്ക് അറിയാം. പക്ഷെ എനിക്ക് തന്നെയാണ് താഴ്ത്തി ഇന്ന് പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ മേശയിൽ നിന്നിട്ടാണ് പ്രാർത്ഥിക്കുക കേട്ടോ. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മളിതേ മാതാവിനെയൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഒരു അരമണിക്കൂർ എടുത്തോളം ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വായിക്കും, എന്നിട്ട് എൻ്റെ ഒപ്പം പറയും കേട്ടോ. ഞാനാണ് വായിക്കാൻ, എന്നെ കണ്ണാട വെക്കാത്ത കാണില്ല എന്നിട്ട് കേട്ടോ. ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 5:45 അല്ലേ. 5 മണിയാകുമ്പോൾ എണിച്ചു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ അടുക്കളയിലേക്ക് പൂക്കാണല്ലേ. നല്ല മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോ കാത്തുനിന്ന് വയ്യാത്തതിന് അതൊരു സമാധാനമായിട്ടിരിക്കുന്നു. എന്തായാണ് ആവാൻ നേരത്തെ അവർ ഉറങ്ങിയല്ലേ ചെയ്യാൻ വിളിച്ചു വയ്ക്കില്ല. ഉറങ്ങാനേ ഉറങ്ങിക്കോട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ കാർത്തു രാത്രി ഒന്നും ഉറങ്ങി വാശിയായിട്ട് ഉറങ്ങേണ്ട ഇപ്പോഴും ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ വിളിച്ചിട്ട് പിന്നെ കുട്ടിക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. തൊയിരക്കേടാണ്. കുട്ടികൾക്ക് വയ്യാണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. നമ്മളെ ആശമാർക്കുണ്ട് ഇതിന് പഠിക്കാൻ പറഞ്ഞേക്കണ്ടേ. നമ്മൾ നേരത്തെ എണിച്ച് പക്ഷെ നമ്മളെല്ലാം കാര്യം കഴിഞ്ഞ് വെച്ചിട്ട് ഉറങ്ങും കേട്ടോ. കാറ്റ് കേട്ടോ. കാരണം അവർ ബുക്കൊക്കെ കറക്റ്റ് ആക്കി വെച്ച് അന്നത്തെ ആവശ്യമുള്ള ബുക്കുകളൊക്കെ വെച്ചതിന് ശേഷം ഒക്കെ വേഗം അവിടെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇലയില് പുഴു അരിക്കേണ്ടത്. ഇലയിൽ പുഴുവിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആവശ്യമുള്ള കാര്യമൊന്നുമല്ല, കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കല്ല, പുഴുവിന് പഴുതാരനെ ഉണ്ടാക്കാൻ നോക്കുക. ഞങ്ങൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു പഠിപ്പിനോട് എതിർപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ചെയ്യാ. അപ്പോൾ അതേ കുണുക്കാനും എൻ്റെ ബാക്കിൻ്റെ കുണുക്കനെ യൂണിഫോം കാര്യങ്ങളൊക്കെ തലേദിവസം തേച്ച് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ടൈ ബെൽറ്റ് കറണ്ട് പോയ ബുദ്ധിമുട്ടായില്ലേ. കറണ്ട് പോയ ബുദ്ധിമുട്ട്. കാര്യം എന്നും ഇപ്പോൾ കുഞ്ഞിനായാലും എന്നും അവർ ഡ്രസ്സ് അയൺ ചെയ്ത് വൃത്തിയിൽ തന്നെയാണ്. അത് എൻ്റെ രീതിയിൽ വൃത്തിയിൽ പറഞ്ഞേക്കണം. അച്ഛനായാലും എനിക്ക് നിർബന്ധമുണ്ട്. പിന്നെ ഈ സെറ്റ് ചെയ്യുമ്പോൾ കുറേ തുണികൾ എടുക്കുന്നുണ്ട്. മഴക്കാലം ഇന്നത്തെ മാത്രമല്ലോ. ഇപ്പൊ വീടൊക്കെ ഏകദേശം ക്ലീൻ ആയിരുന്നു കേട്ടാ. ഇത്ര ദിവസം പറഞ്ഞാലേ വീട് കാണാൻ പറ്റാത്ത അവസ്ഥ. ഇനി നമുക്ക് ഒതുക്കലൊക്കെ കഴിഞ്ഞു. ഇനി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിക്കാണ്ട്. അപ്പോഴേക്കും ചെറിയ ചെറിയ പണികളായിട്ട് കിട്ടും. കാണിച്ചു തരാം. അപ്പൊ ആ റൂമില് ഇന്നലത്തെ പണി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പണിയാണ്. കാണിച്ചു തരാം കേട്ടോ. കണ്ട ആ ജനലയുടെ ഈ സൈഡിലത്തെ നിറ വ്യത്യാസം കണ്ട. അത് കർട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. കർട്ടൻ്റെ ക്ലിപ്പാണ്. ഇതുപോലത്തെ കർട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അത് 2 ദിവസം മുന്നേ വീടിനോട് നോക്കിയപ്പോൾ ആ ഫുൾ പീസും എന്താ പറയുക ചെതല് തിന്നുപോയി. ചെതലുണ്ടായിട്ടല്ല കേട്ടാ, പുറത്തേക്ക് ചെതലില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് വീണപ്പോൾ നോക്കിയപ്പോൾ ഫുള്ളും പെയിന്റ് അടിച്ചതായിട്ട്. അതിന് മുന്നേ നമ്മുടെ ഈ വീട് പണി സമയത്ത് പീസ് 4 മാസമായിട്ടുള്ള വീട് പണി സമയത്ത് പീസ് മാറ്റുള്ളൂ. അത് വീണ്ടും കയ്യിൽ പോന്നു. അപ്പൊ ആൾക്കാർ കയ്യിൽ കാശുണ്ടായിട്ടാണ് ഇല്ല. ഇങ്ങനെ ഓരോന്നും നമുക്ക് വീടുമ്പോ അങ്ങനെ ഇന്നലത്തെ 1000 രൂപ ഡിങ്. അതും ചെറിയൊരു പണി ഇവിടെ ചെയ്തു, അതുകൊണ്ട് 1000. പ്രതീക്ഷിക്കാത്ത ഓരോ ചെലവുകളാണ്. ഇതിപ്പോ നമ്മള് 4 മാസമായിട്ടുള്ള വാഷ് ബേസിൻ വെച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യാറെന്ന് വെച്ചാൽ ഡെയിലി യൂസിന് നമുക്ക് ഈ വാഷ് ബേസിൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ ഗോൾഡൻ കളർ ഒരു കളർ കണ്ട. അപ്പം ഞാൻ കഴുകി തുടയ്ക്കും. നല്ല ഉണങ്ങിയ തുണി കൊണ്ട് ഉണക്കിയതിൻ്റെ ശേഷം അടിയിലെ പൈപ്പ് അടച്ചത് നമ്മൾ ജസ്റ്റ് ഇരുന്നേരം അതിന് വരുന്നെങ്കിൽ മാത്രമേ തുറക്കുള്ളൂ കേട്ടോ. യൂസിങ്ങോ ഞാൻ അതിൻ്റെ ഉള്ളിൽ കരട് പോയിട്ട് അടഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പം നോക്കിയപ്പോൾ അടിയിലേക്ക് പോലെ. ഇനിയിപ്പോൾ അതിന് കാശ് തരാറോ. കള്ളപ്പണിക്കാരാ. പണി എന്ന് പറഞ്ഞാൽ കള്ളപ്പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യാ. കള്ളപ്പണി റൈറ്റ് കുറവിൻ്റെ സാധനങ്ങൾ വെച്ചിട്ട് നമുക്കതൊരു അങ്ങനെ നമ്മുടെ അടുക്കളയൊക്കെ ക്ലീനാക്കി സെറ്റാക്കിയിട്ടാണ് കിടക്കുന്നത്. എനിക്ക് ഈ കർട്ടൻ്റെ ക്ലിപ്പാണ് ഇതിലേക്ക് കിട്ടാനില്ല. അങ്ങനത്തെ കർട്ടൻ നമ്മൾ പണ്ട് വെച്ചിട്ടുള്ളതാ. ഇത് വീട് പണി സമയത്ത് ഊരി വെച്ചത്. പിന്നെ അതിൻ്റെ ക്ലിപ്പ് കാണണ്ടേ. ഇപ്പം അത് അങ്ങനെ ഇരിപ്പായി. പല സ്ഥലത്ത് ചോദിച്ചിട്ട് കിട്ടാനില്ല പോലെ. അപ്പൊ ഇനി പോയാലോ നമ്മുടെ അടുക്കളയിലേക്ക്. നമ്മളെ കാത്തു നിൽക്കണ്ടാവും. നമ്മൾ കാത്ത് നമ്മുടെ അടുക്കള നിൽക്കണ്ടാവും.
പള്ളിയിൽ പാട്ട് വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഇട്ടുണ്ട്. നമുക്ക് ആ നെറ്റ് ഒന്നും അടിക്കാൻ പറ്റാത്തല്ലേ, ഇറങ്ങുമ്പോ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും അല്ലേ? ഏതാ പെട്ടെന്ന് ഇറങ്ങുമ്പോഴേ. ആ ഈ ഒപ്പം തിരി, അതാണ് ഏറെ മെനക്കത്. ഒപ്പം തിരി എന്ന് പറയാ. ഈ ലൈറ്റ് ഓഫ് ചെയ്ത് ആ ലൈറ്റ് ഇട്ടേക്ക്. ഈ തണുക്കുന്നേ. ആ വെളിച്ചുണ്ട് കേട്ടോ. അങ്ങോട്ടാകുമ്പോ കിട്ടില്ല, ഇങ്ങോട്ട് ഈ വെളിച്ചുള്ള സെറ്റാവില്ല. സെറ്റാ. അതെ, നമ്മളെ ലൈറ്റ് എവിടെ ഉണ്ട് നോക്കിയാ പൊന്നിന്റെ ഒരു ലൈറ്റ് കൂടി കത്താണ്ട്. അതെന്താ ഇടയ്ക്ക് അത് ചൂടാവണം. അത് അങ്ങനത്തെ ലൈറ്റ് ചട്ടിയിലിട്ട് വെക്കാം. അങ്ങനത്തെ സെറ്റിങ്സ് നമ്മുടെ കയ്യിലുള്ളൂ. പുതിയ മോഡലായിരിക്കും. പുതിയ മോഡലാണ്. ലൈറ്റിന് അടക്കം ചൂടാവണം. നോക്കാനായിട്ടാ പണിയുള്ളു. അപ്പൊ ആദ്യത്തെ പണി ചൂടുള്ള വയ്ക്കണം എനിക്ക് കുളിക്കാൻ. ഇപ്പഴാ എന്ത് ഞാൻ രാവിലെ കുളിക്കാൻ വിളക്ക് വയ്ക്കണം. ഞാൻ നല്ല വെള്ളയപ്പത്തിന് ഇട്ടിട്ടില്ല ആശാനെ, മാറുന്ന വെള്ളയപ്പത്തിന്. പല്ല് തേക്കല്ലേ? എന്നിട്ട് പല്ല് വെച്ചാ അരി എത്ര ഇടണ? 2 ഗ്ലാസ് ഇട്ടോ. പല്ല് തേക്കയില്ലേ? അങ്ങനെ ദേ നമ്മൾ അടുക്കളയിലെ ഡ്യൂട്ടിക്ക് കയറിയിട്ടാ. സത്യം പറഞ്ഞാൽ ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊടുക്കേണ്ട ഒരു ദിവസമായതുകൊണ്ട് ഞങ്ങളത് മറന്നു. 2 ദിവസം മുന്നേ പറഞ്ഞ കേട്ടോ. പക്ഷെ ഞങ്ങളത് മറന്നില്ല. ഞങ്ങൾ ആദ്യമൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പം ആരും അങ്ങനെ പറയാറോ പിടിക്കാറോ ഒന്നും ഇല്ല. എന്താണെന്നറിയില്ല. കുറേ നാൾക്ക് ശേഷം ഇവിടെ കൊടുത്തായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഇവിടേക്ക് സൈഡിലേക്ക് ആരും വന്നിരുന്നൊന്നുമില്ല പൊതിച്ചോറ് മേടിക്കാൻ. ഒരു സമയത്ത് അങ്ങനെ വന്നിരുന്നു, ഇപ്രാവശ്യം വന്നിരുന്നില്ല. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. അങ്ങനെ എനിക്ക് ശേഷം ഞാൻ അരി അടപ്പത്തിട്ടുണ്ട്. അരി അടപ്പത്തിട്ട് കഴിയുമ്പോൾ അനിയേട്ടൻ ബ്രഷ് എടുത്തു, അനിയേട്ടൻ പല്ലേക്കാൻ തുടങ്ങി. ഞാൻ അനിയുടെ ഇക്കുള്ള ബ്രഷിൽ പേസ്റ്റൊക്കെ ആക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പല്ലേപ്പ് കഴിഞ്ഞതിന് ശേഷം തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചു കേട്ടോ. തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ കഴിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇവിടെയാണ് കുടിക്കുക, ഫിൽറ്റർ വെള്ളം ഇവിടെയാണ് കേട്ടോ. അപ്പുറത്തെ അടുക്കളയിൽ വെള്ളം കുടിക്കാനില്ല. അങ്ങനെ ആ അടുക്കള പറഞ്ഞതിന് ശേഷം വെള്ളം കൂടി കുറവാണ്. എന്താ വെച്ചാൽ ഇവിടേക്ക് വരേണ്ട വെള്ളം കുടിക്കാൻ. പിന്നെ ചിയാ സീഡ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുതിരാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ അത് കൂടുതൽ കഴിയുമ്പോൾ അത് കഴിക്കാം. ഒരു ചെറിയ ചതി പറ്റിയിട്ടോ. എന്താ വെച്ചാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറേ മുന്നേ മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് ചോറ് കൊടുത്തിരുന്നു. കുറേ മുന്നേ ഒക്കെ, കുറേ വർഷം മുന്നേ. പിന്നെ ആരും ഇങ്ങോട്ട് വരില്ലോ ചോദിക്കലോ ഒന്നും ഉണ്ടായില്ല. ആരും വന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇത് എന്താണെന്നും അറിയില്ലല്ലോ. അപ്പോൾ കുറേ നാളായിട്ട് ആരും ഇങ്ങോട്ട് വരാറോ ചോദിക്കാറൊന്നുമില്ല. അപ്പം ഞങ്ങളും കൊടുത്തേച്ചിരുന്നില്ല. ആരും വരാത്തതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ നമ്മളോട് വന്ന് പറഞ്ഞ സമയത്തൊക്കെ നമ്മൾ 3-4 പൊതി ചോറ് കൊടുത്തേച്ചിട്ടുണ്ട്. അതും ഉള്ളതുകൊണ്ട് നല്ലതുപോലെ തന്നെ കൊടുത്തേക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പൊ കുറേ നാളായിട്ടില്ല. പിന്നാള് വന്നിട്ട് ആരോ പറഞ്ഞു തന്നിട്ടുള്ളൂ 4 പൊതി ചോറ് വേണമെന്ന് പറഞ്ഞു. 2 പൊതി ചോറ്. അപ്പൊ അരി ഞാൻ ഇടാൻ മറന്നു. നമുക്ക് മാത്രം ഇട്ടു തന്നിട്ട് ഞാൻ ഇപ്പൊ കല മാറ്റിയിട്ടാന്ന്. അപ്പൊ 1.5 ഗ്ലാസ് നമ്മളിൽ ഒന്നത് ചെറിയ കരൾ നമുക്ക് കയറി വന്ന ഒരു 2 പൊതിക്ക് ചോറിനെ പൊതിയാൻ പറ്റുള്ളൂ. സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് 2 ട്രിപ്പായിട്ട് വെച്ചെടുക്കാൻ പറ്റൂട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. 2 ട്രിപ്പ് വെച്ചെടുത്തിട്ടൊക്കെ ഞങ്ങൾ കൊടുത്തേക്കാറ്. ഇപ്പം എന്തായാലും അതിൻ്റെ ടൈം നമുക്ക് കിട്ടില്ല. അപ്പം എന്തായാലും 2 പൊതി ചോറ് കൊടുക്കാം. അപ്പം അതിൻ്റെ വെള്ളം വെച്ചിട്ട് കേട്ടോ. ഞാൻ മറന്നു, അതുണ്ടായത്. പിന്നെ എന്നിട്ടൊന്ന് മെഡിക്കൽ കോളേജിൽ ചോറ് കൊടുക്കേണ്ട ഉണ്ടെന്നു. പിന്നെ വേഗം നമ്മൾ അരി അടപ്പത്തിട്ടു. ഇനി നമുക്ക് ഉന്നോൾക്ക് കുറച്ച് സോയാബീൻ വറക്കാന്ന് വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്.
എന്നാലും സോയാബീൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാം, കുറച്ച് ഇറക്കി. പ്രത്യേകിച്ച് ഞാൻ പച്ചക്കറി ഒന്നും മേടിച്ചില്ല, അതെന്താ അല്ലെങ്കിൽ ഓർമ്മ സത്യം ഞാൻ ഉപ്പേരിക്കുള്ള കഷ്ണമോ അവിയലിൻ്റെ കഷ്ണമോ കറിക്കുള്ള എന്തെങ്കിലും മേടിച്ചത്. പക്ഷെ ഇതൊന്നും ധാരണയിലുണ്ടായിരുന്നു. ഇന്നലെ ഒന്നത് പുറത്തേക്ക് അറിയില്ല. ഇന്നലെ ഞാൻ കുളിച്ചത് സത്യം പറഞ്ഞാൽ ഞങ്ങള് ഉച്ചയാകുമ്പോ എന്തൊക്കെ ഉണ്ടെങ്കിലും ഉച്ചയാകുമ്പോ കുളി കഴിയണതാ. ഇന്നലെ രാവിലെ തന്നെ കുളിച്ച വേണ്ടി വെള്ളം ഇന്നലെ ചൂടാക്കി രാവിലെ കഴിച്ച് ഞാൻ കുളിക്കാൻ വെള്ളം എന്നിട്ട് ഞാൻ കുളിച്ചത് രാത്രി 10 മണിക്ക് രാത്രി കുളിച്ചത്. ഇന്നലെ ഫുള്ളും പണി തന്നെയായിരുന്നു, ഫുള്ളും പണിയായിരുന്നു. ഇന്നലെ പണികളൊക്കെ കഴിഞ്ഞപ്പോ അടിച്ചടിച്ചിട്ട് കാര്യമില്ല. കട്ട്ള മാറ്റി വെക്കാൻ ആള്, കട്ട്ലല്ല വാതിൽ ജനലയുടെ ഇതാക്കി വെക്കാൻ ആള് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ നീങ്ങി 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 സമയം 10 മണിക്കാണ് കുളിച്ചത് തന്നെ രാവിലെ. ചില ദിവസം രാവിലെ രാത്രി ചില ദിവസം അങ്ങനെയാ ലൈഫില്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മറന്നു കേട്ടോ അങ്ങനെ ചോറ്, അങ്ങനെ ഒന്നും അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയോ എന്തെങ്കിലും മീനോ. ഞാൻ അങ്ങനെ പൊതിച്ചോറൊക്കെ കൊടുത്തേക്കുമ്പോൾ തലേ ദിവസം മീനൊക്കെ കൊടുത്തിട്ട് മസാല പറ്റി വെക്കിട്ട് രാവിലെ അത് വറുത്തൊക്കെ സെറ്റ് ചെയ്യലുണ്ട്. അല്ലെങ്കിൽ മീൻ കറി ഇങ്ങനെ മുളകിട്ട് വെറ്റിച്ചിട്ട് അത് കുറച്ച് ചോറിൽ വെച്ചാൽ ഒരു തരി ചോറുണ്ടവർക്ക് ചൊടിയല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാനതാണ് മറന്നുപോയി. അങ്ങനെ തലേദിവസം ഞാൻ പറഞ്ഞില്ലേ രാത്രി 10 മണിക്കാണ് രാവിലോട്ട് കുളിക്കണം നടന്നത്. അങ്ങനെ ഇന്നലെ ഒന്നിനും പറ്റിയില്ല കേട്ടോ. കോഴിമുട്ട മേടിക്കാൻ ഒന്നും മേടിക്കാൻ പറ്റാണ്ട് രാത്രി ആകുമ്പോൾ ഷെബീനെ വിട്ടിട്ടാണ് കോഴിമുട്ടേനെ മേടിപ്പിച്ചത്. അങ്ങനെ നമ്മുടെ ജനലയുടെ പുറത്തേക്ക് നോക്കുമ്പോൾ നേരം വെളുത്ത് തുടങ്ങി. ജനലല്ല, ഗ്രില്ലിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ നേരമൊക്കെ വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം നാളികേരം പൊളിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോയാബീൻ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിക്കും കേട്ടോ. തിളപ്പിച്ചതിന് ശേഷം പച്ചവെള്ളത്തിൽ ഒരു 3-4-5 പ്രാവശ്യം കഴുകിയെടുക്കും. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് വെന്തെങ്കിൽ ഏകദേശം വെന്ത് കിട്ടാം. പിന്നെ നമ്മൾ അടുത്തത് ചെറുപ്പയറാണ് കേട്ടോ. വേറെ കറിക്ക് പ്രത്യേകിച്ച് ഒന്നും ഞങ്ങൾക്ക് സലാഡ് കഴിക്കാൻ കുറച്ച് ക്യാരറ്റ് കുക്കുമ്പറൊക്കെ നെസ്റ്റോര് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ആ ക്യാരറ്റ് കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഉപ്പേരി വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഈ ക്യാരറ്റ് ഉപ്പേരി നല്ല എരിവോടൊക്കെ വയ്ക്കുകയാണെങ്കിൽ ചോറിന് വേറെ കറി വേണമെന്നില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ക്യാരറ്റ് ഉപ്പേരി വെച്ചിട്ട് നാളികേരോ കാര്യങ്ങളോ ഒന്നും ഇടില്ല കേട്ടോ ക്യാരറ്റ് ഉപ്പേരിയിൽ. പക്ഷേ ഇവിടെ പൊന്നിന് ഷെബിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവർക്ക് കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെച്ചാൽ ഇന്നോട്ട് കൊണ്ടോട് സ്കൂൾ പോകണമെങ്കിൽ ഞങ്ങൾ രാവിലെ അവിടേക്ക് പോകണം, സാരി പാക്ക് ചെയ്യാനുണ്ടാവും, സാരി കൊറിയർ ചെയ്യാനും, പിന്നെ പൊന്നിന് കുറച്ച് വീഡിയോ കാര്യമെല്ലാം എടുക്കാൻ ഹെൽപ്പ് ചെയ്യണം, ഉണ്ണീനെ നോക്കണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പോകണം കേട്ടോ. ഞാൻ സോയാബീൻ നന്നായി ഒരു 3-4-5 പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ. നല്ലതാണോ കഴുകണമെന്ന് അറിയില്ല, എന്നാലും ഞാൻ 4-5 പ്രാവശ്യമൊക്കെ കഴുകി. അതിലേക്ക് നമ്മൾ ഇടുന്നത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല പൊടി, പെരിഞ്ചീരകം കേട്ടോ. കുരുമുളക് പൊടി ഇല്ലാത്തവരെ ഞാൻ ഇട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളോട് പറയാൻ കാരണം നിങ്ങളുണ്ടാക്കുമ്പോൾ ഇട്ടോട്ടെ വെച്ചിട്ട് കേട്ടോ. കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല മാതിരി തിരുമ്പി കൂട്ടണം. നന്നായി തിരുമ്പി വെച്ചതിന് ശേഷം ഇത് വേറെ ഒന്നും ചെയ്യേണ്ട, എണ്ണയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക വേണ്ടോ. പക്ഷെ അത് കുറേ നേരം നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, എയർ ഫ്രയറിൽ ഈ സാധനം ഉണ്ടല്ലോ കുറേ പകുതിയേശം ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തൂളി കൊടുത്തിട്ട് എയർ ഫ്രയറിൽ ഒന്ന് മൊരിയിച്ചെടുത്തു കേട്ടോ. പിന്നെ ബാക്കി അധികമായ പണി വേണ്ടല്ലോ, ആ ഗ്യാസ് കുറേ നേരം നിന്നിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ വെച്ചിട്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്യുന്ന നേരം കൊണ്ട് നമ്മൾ ഈ ചുവന്നുള്ളി നന്നാക്കാം കേട്ടോ. എന്തിന്, ചെറുപയർ ഉപ്പേരിക്കും വേണം, ക്യാരറ്റ് ഉപ്പേരിക്കും വേണം. പിന്നെ ഇന്നലത്തെ ആരോ ഒരു കമൻറ്റ് ബോക്സിലിട്ട് ചേച്ചി മുതിരപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ, ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഇട്ട വീഡിയോ ഇട്ടതിൽ മുതിരപ്പേരിയാണ്. പുതിയ വീഡിയോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളാണ് ചേച്ചി, ഒന്ന് മുതിരപ്പേരിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടുക വെച്ചു. സത്യം പറഞ്ഞാൽ ഇനി ഈ ചാനൽ മുന്നോട്ട് കൊണ്ട് നടക്കണതിൽ വല്ല അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ പഴയ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് ചാനലുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറേ ആൾക്കാർ കണ്ട് മടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ പയ്യെ പയ്യെ അത് നിൽക്കുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലായിട്ട് വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ നമ്മളും ഓട്ടോമാറ്റിക്കലായി നിൽക്കും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പഴയ പോലെ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യണോ എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ സത്യത്തിന്. ഇന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് പുതുമകളൊന്നും ഇല്ലാത്ത കാരണം അതിൽ കുറ്റമൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു മട്ടിപ്പ് തോന്നും. അങ്ങനെ ഇനി എത്രത്തോളം നാൾ ഇങ്ങനെ ചാനലിൽ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. പരമാവധി കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ട്, നടക്കോ ഇല്ലേ എന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചെറുപയർ കാച്ചാണ് കേട്ടോ. ചെറുപയറിൽ നല്ല എരിയോടൊക്കെ കാച്ചണം. എന്താ വെച്ചാൽ വേറെ ചാറുകറിയോ കാര്യങ്ങളൊന്നും പൊതിച്ചോറിൽ ഇല്ലല്ലോ. ചാറുകറി വെക്കണമെങ്കിൽ 2 ദിവസം മുന്നേ ഒക്കെ ഓർമ്മയിലുണ്ടെങ്കിൽ ഞാൻ കറി കവർ കൊണ്ടുവന്നിട്ട് കറിയൊക്കെ വെച്ചിട്ട് ഒഴിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്തേന്ന് തന്നെ കേട്ടോ. ഹോട്ടലുള്ള സമയത്തൊക്കെ നമ്മൾ കറി കവറൊക്കെ ഉണ്ടാവും. അപ്പം മീൻ കറിയും പരിപ്പ് കറിയും അങ്ങനെ മോരൊക്കെ വെച്ചിട്ട് ഞാൻ പൊതിഞ്ഞിട്ടാണ് സെറ്റ് ചെയ്യാറ്. പക്ഷേ എനിക്ക് ഇപ്പം എൻ്റെ അതൊന്നും ഇല്ലാത്ത കാരണം ചാറുകറി ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപയർ ഉപ്പേരിയായി.
പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചിട്ടു. ആദ്യം കടുക് പൊട്ടിച്ചു, പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ഇട്ടിട്ടു. ഇങ്ങനെ ക്യാരറ്റ് ഉപ്പേരി ഒന്ന് ഉണ്ടാക്കി നോക്കും, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അതിന് ശേഷം നമ്മളത് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് ഇതുപോലെ തന്നെ കുത്തിയ മുളകും കുറച്ച് മുളകും പൊടി ഇടുക കേട്ടോ. ക്യാരറ്റ് അരിഞ്ഞ് വെച്ചതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുപ്പയറിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിട്ട് കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ അതിനിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. അങ്ങനെ ഈ കുത്തിയ മുളക് ഇട്ടു, പിന്നെ കുറച്ച് മുളകും പൊടി ഇടുക. ക്യാരറ്റ് കുറച്ച് മധുരമുള്ളതിന് കുറച്ച് മുളകും പൊടിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഒന്നിന് ചൂടി ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ക്യാരറ്റ് ഓൾറെഡി മധുരമാണ്. ക്യാരറ്റൊക്കെ ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും, 5 മിനിറ്റ് ഒന്നും വേണ്ട, എത്ര സെക്കൻഡുകളാകുമ്പോഴേക്കും ശരിക്കും ക്യാരറ്റ് വേവും. പിന്നെ ഈ ചോപ്പറിൽ ഇട്ടിട്ട് വരിക്കണമെങ്കിൽ നല്ല കുരുകുനാന്ന് അരിഞ്ഞ് കിട്ടും കേട്ടോ. ആ ചോപ്പർ എനിക്ക് ഏറ്റവും ഉപകാരം ബീട്രൂട്ട് ഉപ്പേരി ക്യാരറ്റ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ഉപകാരം. അങ്ങനെ നമ്മളത് അടിപൊളിയായിട്ട് ക്യാരറ്റും ബീട്രൂട്ടും ക്യാരറ്റ് ഒന്ന് ഉപ്പേരിയൊക്കെ സെറ്റ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും വെന്തിട്ട് എന്നാലും ഞങ്ങളതൊന്ന് റോസ്റ്റ് പോലെ എടുക്കും കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. വെന്ത വശം ഇറക്കില്ല, ഒന്ന് റോസ്റ്റ് പോലെ എടുക്കും. അപ്പോൾ ഒരു വശം നമ്മുടെ വെന്ത് കഴിഞ്ഞു, അത് കടിക്കും, പിന്നെ കടുമുറാന്നുള്ള ശബ്ദം കേട്ടോ. അങ്ങനെ മൊരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെ അഞ്ഞോട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് ഓരോന്ന് നന്നാക്കി തന്നെ നാളെയും ചെരുകി തന്നെ അങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാമല്ലോ കേട്ടോ. അപ്പോൾ ഓക്കെ ഒന്ന് ഉപ്പുമാവ് മതി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഉപ്പേരിയൊക്കെ വെന്തും ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാതും കറക്റ്റാണ് കേട്ടോ. ഇപ്പത്തിന് ചീഞ്ചട്ടി വെച്ചത് വേറെ ഒന്നിനല്ല, ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഉപ്പുമാവ് എനിക്കും എൻ്റെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ വേറെ ഒക്കെ പക്ഷെ കുണുക്കുമ്പോൾ ഇപ്പം കഴിച്ചു തുടങ്ങിയിട്ട്, പണ്ടൊന്നും കഴിച്ചിരുന്നില്ല. ഇപ്പം കുണുക്കുമ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കും. അപ്പോൾ അതിലേക്ക് ചോപ്പറിൽ സബോളയും ഇഞ്ചി പച്ചമുളകും കൂടിയിട്ട് അതിനായിട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തൊണ്ട് ക്യാരറ്റും അതിട്ടു, പിന്നെ വറ്റൽമുളക് ഇട്ടു കേട്ടോ. അത് ഇട്ടിട്ട് അതിലേക്ക് ആ വാടി വരുന്നതോട് കൂടിയിട്ട് നമ്മൾ റവ ഓൾറെഡി വറുത്ത റവ മേടിച്ചാലും വറവ് ശരിക്കും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കും കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നെയ്യ് കഴിക്കാൻ പാടാത്തതാണ്. അല്ലെങ്കിൽ നെയ്യ് ഒരു 2 ടീസ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പുമാവിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും ഉപ്പുമാവ്. അങ്ങനെ നമ്മൾ നന്നായി ഇളക്കി ഇളക്കി കൊടുക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഒരു പിടി നാളികേരം ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഉപ്പുമാവിൽ. ഞാൻ ഇങ്ങനെ ഈ വറുത്തിട്ട് വെള്ളം ഒഴിക്കണേക്കാൾ മുന്നേ ഡപ്പയിലടച്ച് ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഡപ്പയിലടച്ചിട്ട് കൊണ്ടുപോയി നല്ലതാട്ടോ. ഒരു ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഒരു പാത്രത്തിലിട്ട് കുറച്ച് നേരം 5 മിനിറ്റ് അടച്ച് വെച്ച് തുറന്നു കഴിഞ്ഞാൽ ശരിക്കും ഉപ്പുമാവ് റെഡി. അങ്ങനെ ആവട്ടെ, നല്ലോണം വറുത്തിട്ട് ഫ്രീസറിൽ വയ്ക്കുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം എല്ലാം ചെയ്യണം. പിന്നെ എളുപ്പമാണ്, ജോലിക്കാർക്കൊക്കെ ചെയ്യാൻ സുഖമായിട്ടാ. അങ്ങനെ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും വറ്റൽമുളകും കറിവേപ്പില ഇടുക. അതിന് കഴിഞ്ഞ് വെളുത്തുള്ളി ഇടുക, സബോളയും പച്ചമുളകും തുണ്ട് ഇഞ്ചിയും ക്യാരറ്റും ഒന്ന് ചോപ്പറിൽ വലിച്ചിട്ട് അതും ഇടുക. ആ മൂത്തതിനോട് റവ ഇടുക, 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നന്നായി മൊരിഞ്ഞ് വന്ന് ഡപ്പയിൽ അടച്ച് ഫ്രീസറിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് ജോലിക്കാർക്ക് രാവിലെ പോണത് ഒരു ചീനച്ചട്ടി എടുക്കുക, ഒരു കപ്പ് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിനുള്ള റവ ഇടുക, മൂടി വയ്ക്കുക, ഉപ്പുമാവ് റെഡി. അതിന് മുകളിൽ കുറച്ച് നമുക്ക് ആവശ്യത്തിന് കുറച്ച് നാളികേരം ചെരുകിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവ് റെഡി കേട്ടോ. അങ്ങനെ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും എനിക്ക് മതിയാവണില്ല. നമ്മളൊരു ആൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് നല്ല നിലയ്ക്ക് ആവണമെന്ന് ചിന്തിക്കണോണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് നാളികേരം ഉണ്ടായിരുന്നു. ആ നാളികേരത്തിൽ കറിവേപ്പിലയും വറ്റൽമുളക് ചുട്ടു എണ്ണ ഒഴിക്കാണ്ട് ചീനച്ചട്ടിയിൽ ഇങ്ങനെ ചൂടാക്കി ചുട്ട പോലെ എടുത്തു കേട്ടോ. അതിലേക്ക് 5-8 ചുവന്നുള്ളി ഇട്ടു, ഒരു നുള്ളു ഉപ്പ് ഇട്ടു, പുളി ഇട്ടു. ഇനി അത് നന്നായി മിക്സിയിൽ ചതച്ച് വരാം. അങ്ങനെ നമ്മൾ ചമ്മന്തിയായി കേട്ടോ. അപ്പം ഇന്ന് പൊതിച്ചോറിലേക്ക് എന്തൊക്കെയുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. സോയാബീൻ റോസ്റ്റ് ഉണ്ട്, ചെറുപയർ ഉപ്പേരി, ക്യാരറ്റ് ഉപ്പേരി, അച്ചാർ, ചമ്മന്തി, മുട്ട ഓംപ്ലേറ്റ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ സോയാബീൻ വേണ്ടിയിട്ട് അത് വറുത്ത് കോരും. പിന്നെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പിലയും വെളുത്തുള്ളി തൊലിയോടെ ഇങ്ങനെ ചതച്ചിട്ട് കുറച്ച് കുത്തിമുളക് ഇടുക കേട്ടോ. എന്നിട്ട് അത് റോസ്റ്റ് ആയതിന് ശേഷം ടൊമാറ്റോ സോസ് ഒഴിക്കാൻ പാടുള്ളൂ. പക്ഷെ ഞാനത് റോസ്റ്റ് ഓൾറെഡി ആക്കിയതുകൊണ്ടാണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ട്. പക്ഷെ ഭയങ്കര ഡിമാൻഡായിട്ടാ. കാർത്തു, ഷേബിയും, ഉണിക്കി, പൊന്നു, ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇതൊരു സാധനം. ഒരു സാധനമാണെങ്കിൽ അവർക്ക് ചോറിന് വേണ്ടി. ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് പ്രിയമുള്ളവരൊന്നും അല്ല കേട്ടോ. ഞാൻ അതിൻ്റെ അഡിക്റ്റും കാര്യങ്ങളൊന്നുമല്ല, കഴിക്കും അത്രേ ഉള്ളൂ. ഇഷ്ടമാണ്. ഞങ്ങൾ തീരെ കഴിക്കാത്തവർ ഇപ്പം പിന്നെ കഴിച്ചു തുടങ്ങിയെന്ന് മാത്രം. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്നിട്ട് കുളിക്കാനുള്ള വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ബാത്റൂമിലേക്ക് ഒഴിച്ച് കൊണ്ടുപോകട്ടെ, ചെറിയ പാത്രത്തിൽ ഒഴിച്ച് കൊണ്ടുപോവാണ്. അങ്ങനെ അപ്പപ്പോൾ ഉള്ള പാത്രങ്ങൾ അപ്പപ്പം മോറി അടുക്കള ക്ലീൻ ആക്കട്ടെ. ഞാൻ ഗ്യാസ് അടുപ്പ് ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചിട്ട് എനിക്ക് അവിടെ അടുപ്പും പിന്നെ നാളികേരം ചിരകണതൊക്കെ ആകുമ്പോൾ എനിക്ക് നിന്ന് പണിയെടുക്കാൻ സൗകര്യമില്ല. അപ്പം ഞാൻ ചെയ്തു, ഒരു മേശ അവിടെ ഉണ്ടായിരുന്നു. ആ മേശയ്ക്ക് ഗ്യാസ് അടുപ്പ് എടുത്ത് വെച്ച്
അവിടെ ഞങ്ങൾ കഷ്ണം നന്നാക്കൽ, നാളികേരം ചെരിക്കൽ, കറിക്ക് കൂട്ടി വെക്കൽ, അങ്ങനത്തെ പരിപാടികൾ ആ സൈഡിലാക്കിയിട്ട്. അപ്പോൾ ഇപ്പോൾ നല്ല സുഖമായിട്ടാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനും ഒക്കെ തന്നെ എളുപ്പം. പക്ഷേ എന്തുണ്ടായെന്ന് പറഞ്ഞാൽ സോയാബീൻ്റെ സോസ് അവിടെ വെച്ചിട്ട് ഞാൻ റോസ്റ്റ് ആയതിൻ്റെ ശേഷം ഞാൻ വേറെ പാത്രത്തിലേക്ക് ഇട്ടു. പക്ഷേ ഗ്യാസ് അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചീഞ്ചട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സോസ് ഇങ്ങനെ കരിഞ്ഞു പിടിച്ചു. മാറ്റിയതിന് ശേഷം കേട്ടോ ആ സോസ് അപ്പോൾ പ്ലേറ്റ് ചട്ടിയിട്ട് വേറെ പാത്രത്തിലേക്ക് കൊട്ടിയതിന് ശേഷം അത് ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റിയില്ല. അതുണ്ടായത്. അങ്ങനെ അതൊക്കെ ഉരച്ചതിന് ശേഷം ഞാൻ ഇത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ട് എന്തിനാ വേറെ ഒന്നുമില്ല, നമുക്ക് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാനാട്ടെ. സത്യം പറഞ്ഞാൽ നോൺ സ്റ്റിക്കിൽ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. എനിക്ക് നമ്മുടെ ഈ ചീനി ചട്ടിയിലൊക്കെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കുന്നത് ടേസ്റ്റ് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നീണ്ടത് ഏകദേശം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ട് അപ്പോഴേക്കും അതിനായിട്ട് തുണിയോട് തോരയിടാൻ പോകട്ടെ. അപ്പോൾ ബക്കറ്റൊക്കെ കഴുകിയിട്ട് അവിടെ ഇരിക്കുന്ന ബക്കറ്റാണ്. എന്നാലും അതിനായിട്ട് അത് തുണിയോട് വാഷിംഗ് മെഷീനിൽ നിൽക്കുമ്പോൾ ഒന്നും കൂടി കഴുകി എടുത്തതിന് ശേഷമാണ് അതിനായിട്ട് തുണി ഈ ബക്കറ്റിലേക്ക് ഇടുള്ളത്. തന്നെ എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എന്തൊക്കെ ചെയ്താലും അങ്ങനെ തന്നെ ഇങ്ങനെ ഓരോന്നിനും തൃപ്തി കുറവാണ്. അപ്പോൾ എന്ത് പാത്രം എടുക്കണം അപ്പം കഴുകി വയ്യാതെ ഇനിയിപ്പോൾ തുണി തോരയിടാൻ പോകാനാണെങ്കിലും അതിനായിട്ട് അങ്ങനെ കേട്ടോ. അനിയൻ്റെ പോലെ എനിക്ക് വേറെ ആർക്കും പറ്റും തോന്നില്ല. ഒരു പ്രത്യേക ഒരു സ്വഭാവം. അങ്ങനെ ഞങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി ചൂടുള്ള അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഏകദേശം ഞാൻ അടുക്കളയൊക്കെ ക്ലീനാക്കി തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടേക്ക് വന്നു. ഇനി വീട് അടിച്ചു തുടയ്ക്കണ്ടേ. രാവിലെ എന്തായാലും നേരത്തെ എണിച്ചതല്ലേ, എണിച്ചതിരിക്കുന്ന അടിച്ചു തുട കഴിക്കാന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ഫ്രണ്ടിൽ വാതിൽ തുറക്കാത്ത കാരണം ഞാൻ ആദ്യം കുണുക്കനെ കുണുക്കിയിട്ട് റൂം അടിച്ചൊരു അവരെന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു എനക്കൂല, എനങ്ങിയിട്ട് തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടിച്ചുവെല്ലാം കഴിഞ്ഞതിന് ശേഷം തുടച്ചൊരു സിറ്റ് ഔട്ടൊക്കെ അടിച്ചോരി മിറ്റടിച്ചോരി എല്ലാം അവിടെ അടിച്ചോരി വന്നതിന് ശേഷം അനിയേട്ടൻ പറഞ്ഞു ഞാൻ തുടയ്ക്കാൻ ഉണ്ണിയെന്ന്. അപ്പോൾ ഞാൻ അനിയേട്ടൻ തുടയ്ക്കണേൽ കുറേ നേരം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ തുടച്ച് ഇങ്ങനെ തുടച്ചോടെ തന്നെ ഒരു 5-8 പ്രാവശ്യം തുടച്ചുകൊണ്ടിരിക്കും. ഞാൻ വേണ്ട വേണ്ട ഞാൻ തുടച്ചോട്ടെ, ഞാൻ തുടയ്ക്കുകയാണെങ്കിലേ പെട്ടെന്ന് കഴിയുന്നുണ്ട്. ഞാൻ 2 പ്രാവശ്യം തുടയ്ക്കും ഒരു സ്ഥലം. ഞാൻ കൂടുതലൊന്നുമില്ല, ഒരു സ്ഥലം 2 പ്രാവശ്യം അത്ര തന്നെ ഉള്ളൂ. റൂമുകളൊക്കെ ഒരു ഒറ്റ പ്രാവശ്യം തുടക്കുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ റൂമിന് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഹാളിലും സിറ്റ് ഔട്ട് നടക്കാൻ ഇങ്ങനെ എപ്പോഴും ചവിട്ടുകൊണ്ട് നടക്കുന്ന സ്ഥലമില്ല. എന്നാലും അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ വീട്ടിൽ. എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ വൃത്തി നമ്മുടെ കാലിൻ്റെ അടി കണ്ട് അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ അടിയിൽ അങ്ങനെ അഴുക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ വീട് എപ്പോഴും ക്ലീനാക്കി അങ്ങനെ കൊണ്ട് നടക്കുന്നതായിട്ട്. അതിപ്പോൾ ഞാനായാലും എൻ്റെ ഏട്ടനായാലും അങ്ങനെ തന്നെയായിട്ട്. എപ്പോഴും വീട്ടിലൊരു ചെളിയോ കാര്യങ്ങളോ വരണത് ഇഷ്ടമില്ലാതെ എപ്പോഴും ഇങ്ങനെ ക്ലീനാക്കി നടക്കുന്നത് എന്നേക്കാളും കൂടുതൽ എൻ്റെ ഏട്ടനാട്ടോ. സത്യത്തിൽ എനിക്ക് പിന്നെയും ക്ലീനാക്കാൻ തുടങ്ങി ഞാൻ ക്ലീനാക്കും, അല്ലെങ്കിൽ ഒരു തരി മടിയൊക്കെ പിടിച്ച് കഴിഞ്ഞായിരിക്കും. പക്ഷെ അങ്ങോട്ട് ഒരു ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് വരാൻ പാടില്ല. സത്യം തുട കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എൻ്റെ കൈ തണ്ടലേക്ക് പോയിട്ട് വയ്യ, ഭയങ്കര തണ്ടൽ വേദനയ്ക്ക്. ഒരു പെടച്ചലല്ലേ, രാവിലെ 5:30 തൊട്ട് തുടങ്ങിയ പണികളല്ലേ. അപ്പോൾ ഏകദേശം 8 മണിയൊക്കെ അതിനിടെ എന്താ ചെയ്യും, മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊണ്ടുപോകണം. ആകെ ടെൻഷൻ എന്താ വെച്ചാൽ അവർ 9:30 വരും. ഉണ്ണിയോളെ നമുക്ക് സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി കുളിപ്പിക്കലും കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അത് ഇടയിൽ അങ്ങനെ ഉണ്ടാവും. അവർ വരുമ്പോഴേക്കും ചോറ് പൊതിയാൻ പറ്റില്ല എന്നുള്ളൊക്കെ ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളിയാഴ്ച സ്കൂൾ വിട്ടത് മുന്നുള്ള ചോറ്റുപാത്രം അവിടെ കഴുകി വെച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം. അതിൻ്റെ ഇടയിൽ ഞാൻ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. ചോറ്റുപാത്രം ഞാൻ കഴുകി നല്ല ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയെടുത്തു. ആദ്യത്തെ ചൂടുവെള്ളമായി, അത് ബക്കറ്റിലേക്ക് ഒഴിച്ചു. എന്നാണ് അപ്പുറത്ത് പുക പോണത്. എൻ്റെ വീട് സൈഡിലുണ്ട് പുക പോണുണ്ട്. അവിടെ ബക്കറ്റിൽ ചൂടുവെള്ളം. അപ്പോൾ ഞാൻ ആ ചൂടുവെള്ളത്തിൽ ആദ്യം സോപ്പിട്ടൊക്കെ പാത്രം കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ചുറ്റും പാത്രമൊക്കെ ഇങ്ങനെ. അതാണ് എത്ര കഴിക്കാനും ഇപ്പോൾ വെള്ളിയാഴ്ച കൊടുന്ന് കഴുകി വെച്ചിട്ടുള്ള പാത്രമാണ്, വേറെ ഒന്നിനും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ഒരു തൃപ്തി കുറവാണ്. അപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ സോപ്പിട്ട് കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിലൊക്കെ കഴുകി ക്ലിയറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ട ഓംലേറ്റ് 4 ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ കുണുക്കിന് വരണം, കുണുക്കിക്ക് വരണം, പിന്നെ 2 പൊതിച്ചോറ് ഞാൻ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് എനിക്ക് പൊതിയാനും പിടിക്കുന്നു. ഒഴിവുള്ള മുടക്ക് ദിവസമൊക്കെ ആണെങ്കിൽ നമുക്കിതിന് കുഴപ്പമില്ല. സ്കൂളുള്ള ദിവസമാകുമ്പോഴേ നമുക്കിതെല്ലാം കൂടി ആകുമ്പോൾ നടക്കണില്ല. അങ്ങനെ നമ്മുടെ കുണുക്കമാനുള്ള ചോറാക്കി. ഇനി അടുത്ത് നമ്മുടെ കുണിക്കുമ്പോൾക്ക് കയറിയിട്ട് കുണിക്കുമ്പോൾക്ക് ഇപ്പോൾ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. എന്നിട്ട് സോയാബീൻ ചോറ് മാത്രം പറക്കി തിന്നു എന്ന് പറയുന്നുണ്ട്. ആദ്യം കുറച്ച് ക്യാരറ്റ് ഉപ്പേരിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് സോയാബീൻ റോസ്റ്റ് ഇട്ട് അത് അവർക്ക് ഭയങ്കര ഇഷ്ടം. എന്ന് ചോദിച്ചാൽ മാത്രം നിറയെ അവർക്ക് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്കൊരു സന്തോഷം. അവർക്ക് ഇഷ്ടത്തിന് ഏതാണ് ചമ്മന്തി എൻ്റെ കുണുക്കിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് ചമ്മന്തി ഇട്ട് കുണുക്കിന്, പിന്നെ കുറച്ച് ചെറുപ്പയർ ഉപ്പേരി അതും ഉണ്ണോട് കഴിക്കട്ടെ. ചെറുപ്പയറൊക്കെ ഉണ്ണോട് കഴിക്കാറുണ്ട്. പിന്നെ ഒരു തുണ്ട് അച്ചാർ, നാരങ്ങ അച്ചാർ ഒരു തുണ്ട്, പിന്നെ ഒരു മുട്ട ഓംലേറ്റ് വെച്ചപ്പോൾ നമ്മുടെ ചോറ്റും പാത്രം കൊണ്ട് ഫില്ലായി. നോക്കി എന്ത് ഭംഗിയില്ല കാണാൻ. അങ്ങനെ പിന്നെ അവരുടെ ഫേവറേറ്റ് സാധനം പുളിയില്ലാത്ത തൈര് കേട്ടോ. അപ്പോഴും അവിടെ ചൂടുവെള്ളത്തിൻ്റെ ഇതൊക്കെ പോയി കാരണം അവിടെയൊക്കെ തുടച്ചതിന് ശേഷം
ഈ തൈരൊക്കെ ഒഴിച്ച് നല്ല പുളി കുറഞ്ഞ കട്ട തൈരാട്ടാ. അതൊക്കെ ഒഴിച്ച് അതൊക്കെ ഇട്ട് അതിൽ പൊതിഞ്ഞ് അതൊക്കെ ബേഗിലാക്കി പിന്നെ നമ്മൾ ഈ കൊടുത്തേക്കുള്ള ചോറ് പൊതിയാനുള്ള പരിപാടിയിലാട്ടാ. അങ്ങനെ ഈ ചോറ് നമ്മൾ ഇട്ടപ്പോൾ ഒരു പൊതി ഞാൻ ആദ്യം പൊതിച്ചിട്ട് അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ പൊതിയാണ്. അപ്പോൾ ആ ചോറ് കഴിഞ്ഞപ്പോൾ അതിന് വീണ്ടും ഞാൻ ചോറ് എടുത്ത് വന്നിട്ട് വീണ്ടും ഇട്ടേട്ടാ. പിന്നെ ഇതേ സോയാബീനും ക്യാരറ്റ് ഉപ്പേരിയും ചെറുപയർ ഉപ്പേരിയും അച്ചാറ് ചമ്മന്തി മുട്ട ഓംപ്ലേറ്റ് കഴിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? എനിക്ക് ഞാൻ ടെൻഷനാകും ഒരു ചാറ്. അങ്ങനെ നമ്മൾ കുണക്കിനെയൊക്കെ കൊണ്ടാക്കിയതിൻ്റെ ശേഷം അനിയൻ്റെ അമ്മ അപ്പം ചോറ് പോയി ചേട്ടാ. ചോറും പാത്രം ഉണ്ടായിരുന്നു മടിയിൽ താഴത്തേക്ക് ഇട്ടേട്ടാ. അപ്പോൾ എന്താ വെച്ചാൽ അനിയൻ്റെ അമ്മേനെ കണ്ടിട്ട് കുറേ ദിവസമായി. അപ്പം അനിയൻ്റെ അമ്മേനെ അടുത്ത് കണ്ടിട്ടൊന്ന് പോയി സീറ്റ് ബെൽറ്റ് കാണാൻ പോയി. പിന്നെ ഞങ്ങളിത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ കുണക്കിനൊന്നും എന്തൊരു വിഷമം അവിടെ നാളും അതെ കരഞ്ഞു. ഒന്നും ചെറുതായിട്ട് തന്നെ കരഞ്ഞു. അവനെന്തൊരു കണ്ടെന്നിങ്ങനെ ടീച്ചറിൽ വിളിച്ചു കരയുണ്ടല്ലോ എന്ന്. അപ്പം എന്തെങ്കിലും വൈകി വിളിച്ചാലോ എന്ന് വെച്ച് പേടിച്ചിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നു. കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. സെറ്റായി തോന്നുന്നുണ്ട് അല്ലേ? ആ പൊന്നു വിളിക്കണ്ടേ തറയോന്ന് വെച്ചിട്ട് എഫോർ ഷീറ്റ് അടിക്കണം കേട്ടോ. 1000 കറാണ്ട് നിർത്തിയല്ലോ. എന്നാൽ ഞാൻ രാവിലെ ഒരു വിത്തൗട്ട് ചായ ഒരു പത്തിരി കഴിച്ചിട്ട് പിന്നെ രാവിലെ ഞാൻ ഉപ്പുമാവൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചോറ് ഞങ്ങൾ പൊന്നിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ പൊന്നി ചോറ് വെച്ചിട്ട് ഞാൻ പൊന്നിനോട് പറഞ്ഞു കറിയോടൊന്നും വെക്കണ്ട, അമ്മ വരുമ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ചോറും അതിൻ്റെ മുകളിലേക്ക് കറികൾ തോനെ ഇട്ടു കേട്ടോ. സോയാബീനും പയറും ക്യാരറ്റ് ഉപ്പേരി ഇതൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതെന്ന് പറയാം. അപ്പോൾ അതൊക്കെ കുറച്ച് തോനെ ഇട്ടു. വന്നു ഉണക്കൽ വറുത്തതുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് വന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. പൊന്നു കുളിക്കാതെ ഷെബിയും കുന്നോളം പോയി കേട്ടോ. അപ്പോൾ കാർത്തൂന് വെച്ചിട്ട് ഞങ്ങൾ കാർത്തും ഞാനും എല്ലാവരും കൂടി കാർത്ത് വേറെ ഒന്നുമില്ല ആ സോയാബീൻ ഇന്ന് പറക്കി തിന്നാട്ടെ. വേറെ ഒന്നും നല്ലതുള്ള അച്ഛൻ്റെ എന്ത് സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ്. കാർത്തിൻ്റെ കുളി കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നിട്ട് പൊന്നു കുളിക്കാൻ പോയിട്ട് അപ്പം ആ നേരം കൊണ്ട് കാത്തു അല്ലെങ്കിൽ പൊന്നു തന്നെ വേണം. അപ്പം ചോറിൻ്റെ മുന്നിൽ കുറച്ച് നേരം കളിക്കാട്ട് കഴിഞ്ഞാൽ കളിക്കും. അതാണ് ഞങ്ങൾ ചോറിന് എഴുതുന്നത് കേട്ടോ. പിന്നെ രാവിലെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാത്തതാണ് ഞങ്ങൾക്ക് അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ 12 ഒക്കെ അതിനത് വിഷയം. അങ്ങനെ ഞങ്ങൾ പൊന്നിൻ്റെ അടുത്ത് പോവാട്ടോ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കൊറിയറിനുള്ളതൊക്കെ പാക്ക് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു അല്ലേ ചേട്ടാ? പിന്നെ പൊന്നിനെ സാരി സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കണ്ടേ? സെറ്റ് ചെയ്തിട്ട് സാരി കൊടുത്തിട്ട് വീഡിയോ എടുക്കണ്ടെന്ന്. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞു. 3:22 നമ്മൾ കുണുക്കിട്ട് സ്കൂൾ വേണ്ട നേരെ. അപ്പോഴേക്കും ഞാൻ അവിടെ എത്താനുള്ള സെറ്റാണ് കേട്ടാ. ഇപ്പം ശരിക്കും ലൈഫിൽ ബിസി ആയിട്ട് ഞാൻ എന്തോ ഒരു നല്ല ഐഡിയ. അവളെ സ്കൂൾ ക്ലാസ് വിട്ടു കേട്ടോ 3:30. ഇനി 3:45 കുണക്കിനുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ അയ്യോ കുണുക്ക വേണ്ട പച്ച 3:45 ആ നേരം കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയിട്ടൊന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ വന്നു കൂട്ടായിട്ടുണ്ട് അടിയൊന്നും ഞാൻ കുണുക്കിന് വരാം. അവൾക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വയ്യ. ഞങ്ങൾക്ക് എവിടെയും കറങ്ങിയിട്ട് കഴിക്കണം. ഒന്നിടത്ത് പൊട്ടൊക്കെ എവിടേക്കാ പോണ്? എന്ന് പൊട്ടും കൂറൊക്കെ ഉണ്ട്. അതൊക്കെ എന്തേ ഉറങ്ങിയിട്ടില്ല കേട്ടാ. ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഉറങ്ങുമ്പോ പൊട്ടും കുറി പോയി അങ്ങനെ ഈ കുണക്കനെ മുണക്കി സ്കൂളൊക്കെ വിട്ടതിന് ശേഷം അവരെ ലഞ്ച് ബോക്സ് എവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് ഉച്ചയ്ക്ക് പോകുമ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് പൊതിച്ചോറ് പൊതിഞ്ഞ് വയ്ക്കും അമ്മ എന്നുകൊണ്ട് പോയിട്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിനൊന്നും നേരെ ഇരുന്ന് തന്നെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് 1 മണിക്കൂർ തന്നെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ഇരുന്ന് തന്നെ കേട്ടോ വർത്തമാനം പറഞ്ഞപ്പോൾ നമ്മുടെ സമയം കാര്യങ്ങളൊക്കെ കുറച്ച് പോയി. അങ്ങനെ ചോറ്റും പാത്രമൊക്കെ അന്നേട്ടെടുത്ത് പുറത്തേക്ക് വെച്ച് ബാഗ് ടവല് കഴുകാൻ കൊണ്ടിടുക. അതൊക്കെ അന്നേട്ടന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ടുവന്ന് ചോറ്റും പാത്രം കഴുകാണ്ട് പിന്നെ പറക്കി കൂട്ടി വരുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തായാലും പാത്രങ്ങൾ കഴുകണ്ടോ. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകുകയാണ് കേട്ടോ. കുണുക്കിക്ക് ഇതേ ഒരാൾക്ക് 2 കുളിക്കാൻ പാൽപ്പാത്രത്തിൽ ചൂടുവെള്ളം വെച്ച് ബാക്കിൽ വീടിൻ്റെ ബാക്ക് വശത്ത് ഒരു കോൺക്രീറ്റിൻ്റെ ഒരു പീസ് കട്ട് ചെയ്യണം. അതിൻ്റെ മുകളിൽ ചൂടുവെള്ളം ബക്കറ്റിൽ ചൂടുവെള്ളം വെച്ച് ഒഴിക്കും. പിന്നെ ഉച്ച തിരിഞ്ഞിട്ടുള്ള കുളി അവർ ഒറ്റയ്ക്ക് മേലിൽ നനയ്ക്കും കേട്ടോ. രാവിലെ എണ്ണ തേച്ചിട്ട് കുണുക്കിന് ഞാനാ കുളിപ്പിക്കുക. ഉച്ച തിരിഞ്ഞ് മേല് നനയ്ക്കില്ല, അത് അവരെന്നെ ചെയ്തിട്ട്. അങ്ങനെ മേലൊക്കെ നനച്ച് കഴിയുമ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തോടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഡ്രസ്സൊക്കെ ഇട്ടു. അപ്പോഴേക്കും കുണുക്ക പറഞ്ഞു അമ്മയ്ക്ക് വിശക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അമ്മ ഇപ്പം തരാം ഫുഡ് തരാം. അല്ല ഉപ്മാവ് പഞ്ചസാര ഇട്ട് വെച്ചിട്ട് ഉപ്മാവ് മതി അമ്മ എന്നാണ്. എന്നിട്ട് ഞാൻ മധുരം ഇല്ലേ പഞ്ചസാര ഇടണം, ഞാൻ നീ കഴിച്ച് നോക്കിയിട്ട് പറ ഉണ്ണിയെന്നാണ്. അങ്ങനെ അവൻ കഴിച്ച് നോക്കണം കേട്ടോ. അവന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ അതും മതി. അങ്ങനെ ഉപ്മാവും പഞ്ചസാരയും കുണുക്കം കഴിക്കുന്നുണ്ട്. കുണിക്കുമ്പോൾ എനിക്ക് ചോറും സോയാബീൻ വറുത്തും മതി. ചോദ്യം മാത്രം ഉണ്ടായാലോ, കഴിച്ചൊന്നുമില്ല. സോയാബീൻ വറുത്ത് കഴിച്ചു. ചോറും ആകെ 2 ഉരുള. ഞാൻ കണ്ടില്ലെങ്കിൽ ആ ഉപ്മാവ് താഴത്തേക്ക് തട്ടാൻ നിൽക്കട്ടെ. പിന്നെ ഉറുമ്പ് വന്നിട്ട് എന്നെ കടിച്ചോളൂല്ലോ. അവർക്ക് യാതൊരു വിഷയമില്ല. ഞാൻ ഒരു കളയുന്നു താഴത്തേക്ക് തട്ടിടല്ലേ പറഞ്ഞു.
അങ്ങനെ ദേ അവർക്ക് ഉണ്ണികൾക്ക് ഫുഡ് ഇരുന്ന് കഴിക്കാൻ സ്ഥലമായിട്ടാ നോക്കിയ അവിടെ ഇങ്ങനെ ആക്കിയപ്പം. പിന്നെ അവരെന്നെ ഞങ്ങൾ ട്യൂഷനൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷം വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ ദേ ചൂടുവെള്ളം വെച്ച് മേലൊക്കെ നനച്ചു. അനിയേട്ടന് മേല് നനച്ചതിന് ശേഷം അനിയേട്ടൻ വിളക്ക് വെച്ചു. ഞാനിതേ പ്രാർത്ഥിക്കാൻ വന്നോട്ടാ. സമയം ഒരു 6, 6:15 ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അനിയേട്ടനാണ് രാവിലെ. പിന്നെ ഈ സാമ്പ്രാണി അത് കത്തിക്കല് പരിപാടി ഉണ്ട് കേട്ടോ. അത് എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ അത് ഞാൻ കത്തിച്ചിട്ട് അടുക്കളയിലും ഒരു സാമ്പ്രാണി കത്തിച്ച് കുറച്ച് നേരം അടുക്കളയിലും അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് മാറ്റി മാറ്റി കൊണ്ടുവയ്ക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ദൈവത്തിനൊക്കെ വിളക്ക് വെക്കൽ കഴിഞ്ഞ് ഇനി നമ്മൾ മാതാവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിരത്ത് മുട്ടുകുത്തിയിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. വേറെ ഇതിനാരും നെഗറ്റീവായിട്ട് വരണ്ട. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അല്ലേ, ഞങ്ങളെ കൈ വിടില്ല എന്നുള്ളൊരു ഉറപ്പിലാണ് ഞങ്ങൾ മാതാവിനെ വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മാതാവിനെ വിളിക്കാൻ തുടങ്ങിയ ശേഷം ഒരുപാട് ലൈഫിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഞാൻ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം അഞ്ചേട്ടൻ ഞാൻ വായിക്കും, അഞ്ചേട്ടൻ ഒപ്പം എന്നോടൊപ്പം വായിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാതാവിനെയൊക്കെ പ്രാർത്ഥിച്ച് പെട്ടെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് എണീച്ചിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഉണ്ണിയോളെ ട്യൂഷന് കൊണ്ടുവരുന്ന നേരെ അപ്പോഴേക്കും നമ്മുടെ കുണുക്ക ഓർഡർ തന്നിട്ടുണ്ട്. അമ്മ ഞാൻ വരുമ്പോഴേക്കും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പായിക്കണം. പക്ഷേ എനിക്ക് അത് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ അപ്പോൾ അവരൊക്കെ പോയി കൊടുത്തതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.